ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഉഷ്ണകാലാവസ്ഥയെ നേരിടാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ സൗകര്യാർത്ഥം സൂക്ഷ്മമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ 88 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടിംഗ് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുന്നത്. എന്നാൽ പോളിംഗ് സമയം അവസാനിക്കുന്നത് ചില മണ്ഡലങ്ങളിൽ വ്യത്യാസപ്പെടാം. 1.67 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി 15.88 കോടി വോട്ടർമാരെ 16 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തു. വോട്ടർമാരിൽ 8.08 കോടി പുരുഷന്മാരും 7.8 കോടി സ്ത്രീകളും 5929 തേർഡ് ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നുണ്ട്. 34.8 ലക്ഷം കന്നി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 20നും 29 വയസ്സിനും ഇടയിലുള്ള 3.28 കോടി യുവ വോട്ടർമാരുമുണ്ട്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 14.78 ലക്ഷത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 100 വയസ്സിന് മുകളിലുള്ള 42,226 വോട്ടർമാരും 14.7 ലക്ഷം ഭിന്നശേഷി വോട്ടർമാരും രണ്ടാം ഘട്ടത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. 1202 സ്ഥാനാർത്ഥികളിൽ പുരുഷന്മാർ 1098ഉം സ്ത്രീകൾ 102ഉം തേർഡ് ജെൻഡർ 2 പേരും മത്സര രംഗത്തുണ്ട്. 50% പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തും. ഒപ്പം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും മൈക്രോ ഒബ്സർവർമാരെ വിന്യസിക്കുകയും ചെയ്യും. 1 ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളിലാണ് വെബ്കാസ്റ്റിംഗ് നടക്കുന്നത്. 251 നിരീക്ഷകരിൽ 89 പൊതു നിരീക്ഷകരും 53 പോലീസ് നിരീക്ഷകരും 109 ചെലവ് നിരീക്ഷകരും വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4553 ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, 5731 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ, 1462 വീഡിയോ സർവൈലൻസ് ടീമുകൾ, 844 വീഡിയോ വ്യൂവിംഗ് ടീമുകൾ എന്നിവ പൂർണ്ണ സമയവും നിരീക്ഷണം നടത്തുന്നുണ്ട്. 1237 അന്തർ സംസ്ഥാന, 263 അന്തർദേശീയ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി മദ്യം, മയക്കുമരുന്ന്, പണം, സൗജന്യങ്ങൾ എന്നിവയുടെ അനധികൃത കടത്ത് നടക്കാതിരിക്കാൻ കർശനമായ ജാഗ്രതയും പുലർത്തി വരുന്നുണ്ട്. കടൽ, വ്യോമപാതകളിലും കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 88 പാർലമെന്റ് മണ്ഡലങ്ങളിലായി ഏകദേശം 4195 മോഡൽ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. 4100-ലധികം പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ സ്ത്രീകളായിരിക്കും പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുക്കുക. 640-ലധികം പോളിംഗ് സ്റ്റേഷനുകളിൽ ഭിന്നശേഷിയുള്ള വ്യക്തികളും നിയന്ത്രണം ഏറ്റെടുക്കും. 3 ഹെലികോപ്റ്ററുകൾ, 4 പ്രത്യേക ട്രെയിനുകൾ, ഏകദേശം 80,000 വാഹനങ്ങൾ എന്നിവ പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. ബീഹാറും കേരളവും ഒഴികെയുള്ള എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ശരാശരി 1000 സമ്മതിദായകരാണ് ഉള്ളത്. ബീഹാറിൽ ശരാശരി 1008ഉം കേരളത്തിൽ 1102 വോട്ടർമാരുമാണ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉള്ളത്.